ചേച്ചി. നീ ഇപ്പൊ ഓക്കെ ആണോ ബാനു? ഓക്കെയാണ് ചേച്ചി. മോളെ, നിനക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം നിനക്ക് എന്താ മോളെ സംഭവിച്ചേ? അമ്മ പുറത്ത് തളർന്നിരിക്ക, അറിയോ നിനക്ക്? മോളെ, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ? എന്നിട്ടും എന്തിനാ നീ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? നിനക്ക് ജയേഷിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്കെന്നോട് പറഞ്ഞ പോരായിരുന്നോ? എന്ത് ത്യാഗം സഹിച്ചും ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരില്ലായിരുന്നോ? അവന്റെയും അവന്റെ അച്ഛന്റെയും ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് നീ തന്നെയല്ലേ അവനോട് പോയി സംസാരിച്ചതും നിങ്ങളുടെ ബന്ധം അവസാനിപ്പിച്ചതും? ചേച്ചി, എന്റെ തീരുമാനത്തിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ചേച്ചി. പിന്നെ നീ എന്തിനാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്? ഇന്നലെ രാത്രി അവൻ മറ്റൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു ചേച്ചി. എന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ ഫോണിലേക്ക് ചില വീഡിയോസ് അയച്ചിട്ടുണ്ട് നോക്കാൻ. ഞാൻ അത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാലേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കണ്ടത് എന്നിട്ട് നിന്റെ ഫോൺ എവിടെ? റൂമിലുണ്ട് ചേച്ചി. സോറി ചേച്ചി, അപ്പൊ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ബാനു, നീ ഇപ്പൊ തൽക്കാലം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യവും നിനക്കില്ല. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നീ മനസ്സിൽ നിന്ന് കളയണം. എന്നിട്ട് നീ നിനക്ക് വേണ്ടി ജീവിക്കണം മോളെ. എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉറപ്പായിട്ടും ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത് വെറും മണ്ടത്തരോ. ഇവിടെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ഭാനു, നീ വിഷമിക്കണ്ട. അവൻ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഈ ചേച്ചിക്കറിയാം.